ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ടേസ്റ്റിയായ കണ്ണൂർ കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് വന്നത്. അപ്പോൾ മറ്റു സ്ഥലങ്ങളിൽ ഇതിനെ കുക്കറപ്പം എന്നൊക്കെ പറയും. അപ്പോൾ ബേക്കറിയിലൊക്കെ കിട്ടുന്ന അതുപോലത്തെ നല്ല ആരോട് കൂടിയിട്ട് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ണൂർ കലത്തപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 240 മില്ലി പച്ചരി എടുത്തിട്ടുണ്ട്. 240 മില്ലി എന്ന് പറയുമ്പോൾ 1 കപ്പ് പച്ചരിയാണ്. ഞാനിവിടെ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ അളവെല്ലാം കറക്റ്റായിട്ട് എടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പം കിട്ടും. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. നന്നായി കഴുകിയതിന് ശേഷം ഒരു 2-3 മണിക്കൂർ കുതിർക്കാൻ വേണ്ടി വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3 മണിക്കൂറായി ഇത് ഞാൻ കുതിർക്കാൻ വെച്ചിട്ട്. നന്നായി കഴുകിയതിന് ശേഷം മാത്രമേ കുതിർക്കാൻ വേണ്ടി വെക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ 3 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കഴുകി വെച്ചിട്ടുള്ള പച്ചരി ഇതിലേക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടുന്നത് 2 ടേബിൾ സ്പൂൺ ചോറാണ് കേട്ടോ. ഞാനിവിടെ കുത്തരിയുടെ ചോറ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് 1 ഏലക്കായയുടെ കുരുവാണ്. നമുക്ക് ഏലക്കായയുടെ എത്ര വേണമെന്ന് വെച്ചാൽ അത്ര ഇട്ട് കൊടുക്കുക. 2 ആണെങ്കിൽ 2 ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1 ഏലക്കായയുടെ കുരുവാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1/4 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളിവിടെ 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് 1 കപ്പ് തന്നെ വെള്ളവും ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം ശ്രദ്ധിക്കണം കേട്ടോ. അളവൊക്കെ കണക്കായിട്ട് എടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തരികളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അത് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആരൊക്കെ വേണ്ടേ, ആ കലത്തപ്പത്തിന് നല്ലൊരു ആര് കിട്ടാൻ വേണ്ടി ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബേക്കിംഗ് സോഡ തന്നെ വേണം. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള വെല്ലം വേണം. അപ്പം ഞാനിവിടെ വെല്ലം ഒരു 3 കട്ട വെല്ലം എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വെള്ളം ഒന്ന് അലിയിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ അരി അരക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി വെള്ളം കുറുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് വേണ്ടുന്നത് കേട്ടോ. അപ്പോൾ വെള്ളം നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരച്ചു വെച്ച മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ ചൂടോട് കൂടി തന്നെ ഒരു അരിപ്പ വെച്ച് അരിച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ എന്തൊക്കെ കരടൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടി അരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ വെള്ളം നല്ല ചൂടോടെ കൂടിയല്ലോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ വെള്ളം എത്തുന്ന സ്ഥലത്തത്തെ മാവ് മാത്രം ഒന്ന് വെന്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. നല്ല ചൂടുള്ളതല്ലേ, അപ്പം അത് ഒഴിക്കുന്നതിനനുസരിച്ചൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മുടെ ഈ കലത്തപ്പത്തിനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ കുക്കറിൽ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം, എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു കുറച്ച് തേങ്ങാ കൊത്തില്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിൽ മെയിനായിട്ടുള്ള വേണ്ടുന്നത് തേങ്ങാ കൊത്തും ഉള്ളിയാണ് കേട്ടോ, ഉള്ളി അരിഞ്ഞതും. അപ്പോൾ തേങ്ങാ കൊത്ത് ഒരു ഗോൾഡൻ കളറായി കഴിഞ്ഞാകുമ്പോൾ ഞാനത് കോരി. ഇതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളിയില്ലേ അത് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ ബാക്കി ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ വിട്ടുപോയിന് കേട്ടോ, അതിന് ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ ഉള്ളി നമുക്ക് ചെറിയ ഉള്ളിയില്ലെങ്കിൽ നമുക്ക് സവാള വേണമെങ്കിൽ അതെടുക്കാം. അപ്പോൾ അതൊരു ഗോൾഡൻ കളർ ആയതിനു ശേഷം ഇതിലൊരു 1/4 ഭാഗം ഞാൻ കുക്കറിൽ തന്നെ വെച്ചിട്ട് ബാക്കി 3/4 ഭാഗം ഞാൻ കോരി മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ കുക്കറിൽ ആദ്യം തന്നെ 1/4 ഭാഗം ഉള്ളി വറുത്തതും തേങ്ങാക്കൊത്ത് വറുത്തതും ചേർത്ത് കൊടുക്കുക, 1/4 ഭാഗം മാത്രം. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മാവില്ലേ അത് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുക്കുമ്പോൾ കുക്കർ ഏറ്റവും ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. മാവ് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും വറുത്ത് വെച്ച ഉള്ളിയുമില്ലേ അത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു കുക്കർ ക്ലോസ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചതിന് ശേഷം ഒരു 30 സെക്കൻഡ് ആയാൽ നമുക്ക് അതൊന്ന് ഏറ്റവും സിമ്മിലാക്കി വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ കുക്കറിൻ്റെ ഇതുപോലെ ഒരു ആവി വരുന്ന പോലെ കണ്ട അതുപോലെയാകും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുക. 10 മിനിറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ആ അടുപ്പിൽ തന്നെ ആ ഒരു ചൂടോടെ തന്നെ ഒരു 5 മിനിറ്റ് കുക്കർ തുറക്കാതെ അങ്ങനെ തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ 5 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയതാണ്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നല്ല പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇത് ഇങ്ങനെ തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടി കഴിയില്ല കേട്ടോ. അപ്പോൾ ഒരു
ഒരു 10-15 മിനിറ്റ് അങ്ങനത്തെ തുറന്ന് വെച്ചതിന് ശേഷമാണ് ഞാനിത് കുക്കറിൽ നിന്ന് എടുത്ത് മാറ്റിയത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വിട്ട് വരും. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതുപോലെ തന്നെ നല്ലൊരു കൽത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഇതാ അതിൻ്റെ ഉള്ളിൽ നല്ല ആരോടെ കൂടി നന്നായിട്ട് കൽത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു വര പോലെ ഇല്ലേ, ഇതുപോലെ ഉണ്ടാവണം കേട്ടോ കൽത്തപ്പം. ഇതിനാണ് ആര് എന്ന് പറയുന്നത്. ഇങ്ങനെ ഉണ്ടായാലേ കൽത്തപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൂ എന്നുള്ള അർത്ഥം കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റാണ്, നല്ല പഞ്ഞി പോലത്തെ നല്ല കൽത്തപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയതിന് ക്ഷമിക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.